ഹലോ ഗായ്സ്, ഫൈനലി എൻ്റെ ഡ്രീം സംഭവങ്ങൾ വന്നേക്കോട്ടെ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ് മാക്കിൻ്റെ പ്രൊഡക്റ്റ്. എനിക്കാണെങ്കിൽ മാക്കിൻ്റെ ഒരു 3 പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീബിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് അതിൽ എക്സ് ബോക്സ് ആണ് കാണുന്നത്. പിന്നെ വേറെ കെ ബ്യൂട്ടിയുടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ കൊറിയൻ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി വരാനുണ്ട്. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് ക്ഷമയില്ല ഇനി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അതും കൂടി വന്നിട്ട് അത് ഞാൻ അവസാനം ഞാൻ ആഡ് ചെയ്യും സംഭവങ്ങൾ, അതിൻ്റെ കൂടി കാട്ടിത്തരും. ഇപ്പോൾ കയ്യിൽ ഇതാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നും കാട്ടിത്തരാവേ. ചിലതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഓരോന്നിനും കോമഡി കഥകളുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സ് ആണെങ്കിൽ രാത്രി ഏതിൻ്റെ എനിക്ക് ഓർമ്മയില്ല, രാത്രിക്ക് ഒരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ പേര് വായിച്ചപ്പോൾ ഇതാന്ന് തോന്നുന്നു, ഏതിൻ്റെ ഒരെണ്ണം മാത്രം ഞാൻ പൊട്ടിച്ചിട്ടുണ്ടാവും, ഇതാണ്. അപ്പം ഞാനിത് വായിച്ചപ്പോൾ എന്തോ ഒരു പേര് വന്നിരിക്കുന്നു കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായില്ല എന്തിട്ടാന്നൊരു പേര് വന്നിട്ടുണ്ടായിരുന്നേ, എന്തോ ഒരു പേര്. അപ്പം ഞാൻ വിചാരിക്കുക ഇത് നല്ല സോപാരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ നെയിം നല്ല സോപാര് ഇവിടെ 2 അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ബയോഡർമയുടെ സംഭവമാണ്. ഞാനൊരു ബയോ അല്ല എന്നിട്ട് നല്ല സോപാരി ഏതായാലും നല്ല സോപാര. അമ്മ എനിക്ക് സർപ്രൈസ് ആയിട്ട് അവരെ ഗിഫ്റ്റ് അയച്ചു നമുക്ക് നോക്കാമെന്നൊക്കെ എഴുതിയത് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ നൈറ്റ് ടൈമിലായിരുന്നു കൊറിയർ DC വഴിയായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്താണ് സംഭവം. പക്ഷേ പേര് കണ്ടൊക്കെ അറിയാം ഓർഡർ ചെയ്തത്. പക്ഷേ എന്നാ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും നോക്കിയിട്ടുണ്ട്. അവസാനം ഫേസ് വാഷ് ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷാണ്. ഞാൻ ദുബായിലുള്ള സമയത്ത് ഞാൻ മേടിച്ചതായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്കാണെങ്കിൽ ക്രിസ്മസിന് നല്ല ഓഫേഴ്സും മരുന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വലിയ ഹോൾ വീഡിയോ ആവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോഡർമയുടെ ഒരു ഫേസ് വാഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേസ് വാഷാണ്. ഇത് കാണുന്നില്ലേ? പിന്നെ അതിൻ്റെ ഒപ്പം ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഫ്രീ ബീസ് ഒക്കെ കിട്ടും കേട്ടോ. നൈക്കയിൽ എന്തോ ഫ്രീ ബീസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് നല്ല ഓഫർ കണ്ടു. ഒഫീഷ്യൽ കണ്ടപ്പോൾ എന്തോ ഒരു ഫോമിങ് ജെല്ലും പിന്നെ ഒരു മോയ്സ്ചറൈസർ എന്തോ ഒരു സംഭവം ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രീ ബീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്. അപ്പം എനിക്ക് എന്തായാലും ഇത് ഓരോന്ന് യൂസ് ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടും കാര്യമില്ല. പൊളിച്ചത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഈ ഡോക്ടർ ഷെത്തിൻ്റെ തോന്നുന്നു ഞാൻ എടുത്തു ഓൾറെഡി. ഒരു മോയ്സ്ചറൈസർ ആട്ടോ. എനിക്ക് അത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക മോയ്സ്ചറൈസറാണ് കേട്ടോ അത്. ഇനി അറിയാലോ ഡോക്ടർ ഷെത്തിൻ്റെ ഒരു കേസർ ആൻഡ് കോജിക് എന്ന് പറഞ്ഞ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. സൂപ്പറാണ് കേട്ടോ. ഇനിയും സംഭവങ്ങൾ വരാനുണ്ട്. നൈക്ക ലക്സിൻ്റെ ഞാൻ അവസാനം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ചിലപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാത്രം ഞാൻ അവസാനം ഔട്ടിടാം. കാരണം അതെൻ്റെ ഡ്രീം സംഭവമാണ്. ഇനി അടുത്തത് ഇതും എൻ്റെ നൈക്കയുടെയാണ്. നൈക്കയുടെ ഞാൻ പാക്കേജ് പൊളിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ പൊളിക്കാണ്. ഇനിയിപ്പോൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം സൗണ്ടൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. കാരണം ലവ് യു ബാബി എപ്പോൾ വേണമെങ്കിലും മിണിക്കാന്നുള്ളൊരു രീതിയിലാട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഒന്നും കൊടുക്കാണ്ടിരിക്കണം. അവൾ കള്ളിപ്പെണ്ണാണ്. അവൾ ഒരു ശബ്ദം കേട്ട പറന്ന് വരും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഒന്നും പറഞ്ഞു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. ഐ ഷാഡോസൊക്കെ തവിട് പൊടിയായിട്ട് ആകെ ഒരു സീനായിട്ട് ഇരിക്കണേന്ന്. പിന്നെ നമുക്കിങ്ങനെ നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല കളേഴ്സ് എപ്പോഴും ഈ സെയിം കളർ തന്നെ ഇടുമ്പോൾ ഒരു രസമില്ലല്ലോ. അപ്പോൾ ഡിഫറെൻറ്റ് ഐ ഷാഡോസും ഐ മേക്കപ്പൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐ ഷാഡോ പാലറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സെബാമേൻ്റെ ഒരു ലിപ് ബാമും നൈക്കയുടെ ഒരു ഐലൈനർ കേട്ടോ. ഞാനിപ്പോൾ കാജൾ ഇപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ നൈക്കയെന്നാണ് മേടിക്കാറ്. ഒത്തൻറ്റിക് പ്രൊഡക്ട്സ് അതിൽ നിന്നാലോ വരുമെന്ന് പറയുന്നത്. ചിലത് ഫേക്കൊന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. എനിക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ നൈക്കയെന്നാട്ടോ മേടിക്കാറ്. പിന്നെ 2 ഐബ്രോ പെൻസിൽ പറഞ്ഞ് എനിക്ക് ഒരെണ്ണം അമ്മയ്ക്കും. പിന്നെ ഇതൊരു ബ്യൂട്ടി ഓഫ് ജോസീന, ഞാൻ ജോസീൻ എന്നാട്ടോ പറയാം. പണ്ട് ഞാൻ ബ്യൂട്ടി ഓഫ് ജോയ്സൺ എന്നൊക്കെയാണ് പറയുക. അതിൻ്റെ ഒരു ടോണർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആണെങ്കിൽ മുഖത്ത് നിറച്ച് പിമ്പിൾസാണ്. വറവുപലഹാരം കഴിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ സ്ട്രെസ് ഉണ്ടോ? നന്നായിട്ടുണ്ട്. മുടി കൊഴിയുന്നുണ്ടോ? തമാശ പറഞ്ഞിട്ട് എല്ലാ വക കാര്യങ്ങളുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൻ്റെ എല്ലാ വക കലാപരിപാടികളൊക്കെ ഉണ്ട്. മുഖത്തിപ്പോൾ പിമ്പിൾസ് ഉണ്ട് ആകെ ഒന്ന്. പിന്നെ സ്കിൻ കെയർ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാറില്ല. ഫുഡ് അടക്കം എനിക്ക് ചില സമയത്ത് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാറില്ല കേട്ടോ.
പിന്നെ ഞാൻ വീഡിയോസ് ഇതൊക്കെ മേടിക്കണം കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പുറത്ത് പോകുന്ന ഒരാളാണോ? അല്ല, വല്ലപ്പോഴും പോയായി. എനിക്ക് പോകാനേ ഇഷ്ടമില്ല. 2 പിള്ളേരും കെട്ടി വലിച്ച് കൊണ്ടുപോയി അതിൻ്റെ വേഷം കെട്ടും, ലവിയുടെ വേഷം കെട്ടും, വല്ലപ്പോഴൊക്കെ പോകട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് വീഡിയോസ്, ഞാനിപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, അപ്പോൾ എൻ്റെ പണി ഇതൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടി ഡ്രസ്സുകളൊന്നും ഞാൻ അങ്ങനെ മേടിക്കാറില്ല. മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിൽ എനിക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ്. പിന്നെ ലവിക്കും ഉപകാരമുള്ള പ്രൊഡക്ട്സ് അല്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ മേടിക്കുമ്പോഴാണെങ്കിൽ കുറേ പ്രൊഡക്ട്സ് ചവറ് പോലെ കണ്ട പ്രൊഡക്ട്സൊന്നും ഞാൻ മേടിക്കാറില്ല. മേടിക്കുമ്പോൾ നല്ല പ്രൊഡക്ട്സ് ഞാൻ മേടിക്കാറ്. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു ഐലൈനർ അല്ല എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി മേടിക്കില്ല. പൈസ കിട്ടുമ്പോൾ നല്ല പ്രൊഡക്റ്റായിട്ട് എല്ലാം കൂടിയിട്ടാണ് മേടിക്കുക. പിന്നെ അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഡക്റ്റ്. അവസാനം ഞാൻ എടുത്ത് വെച്ചേക്കാൻ നിങ്ങൾക്ക് കാട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു പാക്കേജിങ്, അത് വേറെ അടുത്ത ദിവസം ചെയ്തതാണ് കേട്ടോ. ഒരു പിമ്പിൾ ക്രീം, ഒരു സെറാവയുടെ ഒരു പിമ്പിൾ ക്രീം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബയോഡെർമയാണെന്ന് തോന്നുന്നു, ബയോഡെർമയുടെ തന്നെ ഒരു മിസലാർ വാട്ടർ, ഒരു കുട്ടി മിസലാർ വാട്ടറാണ്. പക്ഷേ നല്ലതാട്ടോ, നമ്മുടെ ഗാർണിയർ മിസലാർ വാട്ടറിനെക്കാട്ടും നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഭയങ്കരമായിട്ട് ഫ്രേഗ്രൻസും ഇല്ല, പിന്നെ നല്ല സൂത്തിങ് ആണ്. മീൻസ് നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും തോന്നില്ല കേട്ടോ, ഇറിറ്റേഷനൊന്നും തോന്നില്ല. മറ്റേതെന്താ കെമിക്കൽ ഇതാക്കണ പോലെ കുഴപ്പമില്ല. ഞാൻ ആദ്യം അതായിരുന്നു കുറേ നാൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടോ. പിന്നെ നമുക്ക് കുട്ടി ഫ്രീബീസൊക്കെ കിട്ടിയിട്ടുണ്ട്, കുട്ടി മോയ്സ്ചറൈസറും പിന്നെ വേറെ ഒരു ജെല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ വിചാരിച്ചു സൺസ്ക്രീൻ, പുറത്ത് പോയിട്ട് സൺസ്ക്രീൻ ഉണ്ടായിരുന്നു മുഖത്ത്, അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് തുടയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഭവം അത് ഓൾറെഡി ഞാൻ ഇടാറില്ല, കൺസീലറേ ഇടാറില്ല ഞാൻ മുഖത്ത്. ഞാൻ സ്കിൻ കെയർ നന്നായി ചെയ്യും. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, അപ്പോൾ തന്നെ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ വല്ല കൊളാബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫങ്ഷൻസോ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ടച്ചപ്പ് ചെയ്തുന്നായി, അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ല. എന്നെ ഇപ്പോൾ പുറത്ത് കാണുന്നവരൊക്കെ നോക്കുമ്പോൾ ഞാൻ സാധാരണ വലിയ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ നോർമലായിട്ട് പോണ പോലെ കേട്ടോ പോവാറ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒയ്യോ, ലവ്വിനെ ഇവിടെ എല്ലാവരും അന്വേഷിച്ചു. ലവ്വി സുന്ദരിയാണ്, ലവ്വിക്ക് സുഖമാണെന്നൊക്കെ എല്ലാവരും അന്വേഷിച്ചു കേട്ടോ. ലവ്വിയുടെ എത്തി നോക്കാണ് ഇവിടെ എന്താ നടക്കണേന്ന്. പിന്നെ ഇത് വേറൊരു പാക്കേജിങ് ആയിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതാണെങ്കിൽ ഫേസ് ഷോപ്പിന് ഒരു ലിബാമ കേട്ടോ. ഞാൻ മുന്നത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യൻ്റെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാനിത് നോക്കിയിട്ടുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് മേടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് ഗായ്സ് എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഭയങ്കര വലിയ ഡ്രീമാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര വലിയ ഡ്രീമൊന്നുമല്ല, എന്നാലും എനിക്ക് ആഗ്രഹമായിരുന്നു മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക് മേടിക്കണമെന്ന്. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും വില കൂടിയിട്ടുള്ള ലിപ്സ്റ്റിക്കിന് ഇത്രയും വില കൂടുതൽ മേടിച്ചിടണോ ചിന്നു, ഞാൻ എന്നോട് തന്നെ ചോദിക്കും. കാരണം എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. ഡ്രസ്സൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ലിപ്സ്റ്റിക്സ് ഞാൻ മേടിക്കും, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ ലിപ്സ്റ്റിക്ക്. പക്ഷേ മാക്ക് പോലെ തന്നെ ലിപ്സ്റ്റിക് ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ മുന്നേ ഒരു ഫൗണ്ടേഷൻ മേടിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല, ഓയിലി ആയിട്ട് ആകെ ഒരു കൂതറ ഒരു ഇത് കേട്ടോ. പിന്നെ എനിക്കത് പൊളിക്കാൻ പറ്റാണ്ട് പിന്നെ അമ്മേനെ വിളിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കേട്ടോ, ഭയങ്കര സന്തോഷമായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, എനിക്ക് ജീവിതത്തിൽ എന്തോ അച്ചീവ് ചെയ്ത പോലെ. സംഭവം അത്യാവശ്യം വിലയുണ്ട്, പിന്നെ 3 കോംബോ, പിന്നെ ക്രിസ്മസ് ആയിട്ട് എൻ്റെ ഓഫർ എല്ലാം കൂടി നോക്കിയപ്പോൾ എന്നാൽ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാം. വേറെ ആരും എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ചോദിച്ച്, ഏട്ടനോടാണെങ്കിൽ ഏട്ടന് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല, ലിപ്സ്റ്റിക്കിനൊന്നും, അല്ലെങ്കിൽ ചോദിച്ച് ഗിഫ്റ്റ് ചെയ്യണം. അച്ഛനോടും അമ്മോടാണെങ്കിലും ചോദിച്ച് എനിക്കിത് വേണം. ഇവർക്കൊന്നും അറിയില്ല ഇതിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട്. അമ്മ ലിപ്സ്റ്റിക് ഒക്കെ ഇടെങ്കിലും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് സെൽഫ് ഗിഫ്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ തന്നെ മേടിക്കാം. പിന്നെ എനിക്ക് സർപ്രൈസായിട്ട് പിന്നെ ഇവർ ഏട്ടനാണെങ്കിലും അച്ഛനമ്മ ഓരോന്നും ചെയ്യണോണ്ട് പിന്നെ എനിക്ക് അത് സന്തോഷമാണ്. ഞാൻ സെൽഫ് ഗിഫ്റ്റ് ചെയ്തപ്പോൾ അതിനെക്കാട്ടും ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മാക്കിൻ്റെ എൻ്റെ മുഖത്തെ എക്സൈറ്റ്മെൻറ്റ്. കാണൂ ഗൈസ്, നിങ്ങളിത് കാണുമ്പോൾ എന്താ വിചാരിക്കണേന്ന് അറിയോ? എന്താ പറയുക, ചേച്ചിയാണോ അനിയത്തിയാണോ ആരാണോന്ന് അറിയില്ല നിങ്ങൾക്ക്. ഞാൻ കാണുമ്പോൾ ഇത് മേടിച്ചൂലേ, എനിക്കും അതുപോലെ. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്ടം ഉണ്ടാവില്ലേ. ചിലർക്ക് മേക്കപ്പ് ഐറ്റംസിനോടാവും കൂടുതൽ, സ്കിൻ കെയറിനോടാവും, ചിലർക്ക് ഡ്രസ്സിനോടാവും, ഷൂസിനോടാവും, പിന്നെ ഫുഡിനോടാവും. അപ്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക
ഓന്നല്ല സോറി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ വല്ലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ നോക്കുക. അത്യാവശ്യം പണിയെടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഞാനിപ്പോൾ വല്ലവരും എനിക്ക് കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ഞാൻ എന്താ വിചാരിക്കാന്ന് വെച്ചാൽ അവരത് മേടിച്ചു അല്ലേ, നന്നായി, നമുക്കും അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്കും അതുപോലെ മേടിക്കാം. അല്ലാണ്ട് നമ്മളൊരിക്കലും ഇപ്പോൾ ഏളിമാണിയുടെ ഒരു ഇതിൽ കണ്ടതാട്ടോ, നമ്മളൊരിക്കലും വല്ലവരും മേടിക്കണ എന്തെങ്കിലും കാണുമ്പോൾ അയ്യോ അവരെന്താ അങ്ങനെയല്ല, അവർക്ക് പറ്റിയില്ല അപ്പോൾ നമുക്കും മേടിക്കാമല്ലേ, നമുക്ക് അത് നല്ല സംഭവമല്ലേ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കാറ്. അങ്ങനെ ചിന്തിച്ച് തന്നപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ നന്നായി നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫ്രീ ബീസായിട്ട് കിട്ടിയത്. ഈ ഒരു പൗച്ചും പിന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. പിന്നെ സംസാരിച്ച് വന്നിട്ട് നിങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ലവീനെ നോക്കും, പിന്നെ വേറെ എന്തെങ്കിലും ലവിയുടെ അടുത്ത് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കലാട്ടോ എൻ്റെ പണി. അപ്പം നിങ്ങൾ പെർഫെക്റ്റ് ഒരു ഭയങ്കര കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് തന്നെ ഞാൻ എന്തൊക്കെയാണ് ഈ വീട്ടിൽ കാട്ടിക്കൂട്ടണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഒരാൾ രാവിലെ എണീക്കുമ്പോൾ 24 മണിക്കൂർ ഒരെണ്ണം എൻ്റെ പിന്നാലെ ഉണ്ടാവും. പിന്നെ അതിന് ആദൂന് അച്ഛനമ്മ നോക്കണോണ്ട് എന്നാലും ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കും, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലോത്തിങ് ബിസിനസ് ചെയ്യും, എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കും, കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണെങ്കിലും മെലിഞ്ഞ് സ്ലിം ബ്യൂട്ടി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നാമത് ഈ കോണ്ടന്റ് ക്രിയേഷൻ ജേണി തുടങ്ങിയ സമയത്ത് തന്നെ ആദുബാബി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഇപ്പം ഏട്ടനൊക്കെ പറയാറുണ്ട്, ഇടി എടുക്കണ സമയത്ത് നീ എന്തെങ്കിലും എടുക്കണേ, മീൻസ് നമുക്കിപ്പോൾ ആൾക്കാർ നമ്മൾ നന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുമല്ലോ. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടുകാരാണെങ്കിലും ഏട്ടനാണെങ്കിലും ആ കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ആദൂനെ പിടിക്കലും അതുപോലെ മോങ്ങലും കാര്യങ്ങളുടെ ഇടയിലൊക്കെ ഒന്നും എനിക്ക് മേരിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട്ടങ്ങളൊന്നും വലുതായി കഴിഞ്ഞാൽ പിന്നെയും നമുക്കൊന്ന് സെറ്റ് ആവാം അങ്ങനെ. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് ഇട്ട് കൊടുത്തു. സംഭവം നല്ല അമ്മയ്ക്ക് ഇട്ടപ്പോൾ ഇത്തിരി കൂടിയും അത് ഡള്ള് പോലെ ആയിട്ടോ തോന്നിയേ. ഇത്തിരി എന്താ പറയുക, ന്യൂഡ് പോലെ. ചിലർക്ക് ഇങ്ങനെ ഭയങ്കര ന്യൂഡ് ഇഷ്ടമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഇട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ, നല്ല അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അതിനെ പറയുക ഐബ്രോ പെൻസിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വേറൊരു ലിപ്സ്റ്റിക്ക്, സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, ലിപ് ലൈനർ. അതൊക്കെ നിങ്ങൾക്ക് ഷോർട്സിൽ കാണാം കേട്ടോ. ഇല്ല ഞാൻ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ മറക്കും. ഓരോ ദിവസം ഓരോന്ന് വരും. അപ്പോൾ ചിലതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റാവുന്നൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നൈക്ക ഹോള്. കുറേ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഐ ഷാഡോ പാലറ്റ് ഞാൻ കടിത്തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാസിൻ്റെ ഐബ്രോ പെൻസിലാണെങ്കിൽ അടിപൊളി ഐബ്രോ പെൻസിലാട്ടോ. അതായത് നല്ല ലൈറ്റ് കളർ ബ്രൗൺ ആയിട്ടാണ് തോന്നുക, നാച്ചുറൽ ലുക്കിംഗ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പ്രൊഡക്ട്സിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ, പറ്റാവുന്നതൊക്കെ. പിന്നെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പൊട്ടുകുത്തലും കാര്യങ്ങളും ഒക്കെ എന്തുകൊണ്ടാണ് ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും എളുപ്പം അതാണ്. പൊട്ടുകുത്തുമ്പോൾ ആണെങ്കിൽ എനിക്ക് വേഗം വീഡിയോ ചെയ്തിട്ട് എനിക്ക് വേഗം വന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഓരോന്നും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലാണ്ട് എനിക്ക് നിങ്ങൾ ചെയ്യണ പോലെ ഭയങ്കര നിങ്ങൾ കാണുന്ന പോലെ എന്താ പറയുക കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് വല്ല ഭ്രാന്തായി പോകും. കാരണം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടേ. അപ്പോൾ നമുക്ക് കൊക്കിലൊതുങ്ങുന്ന പണി ചെയ്യാമെന്ന് വെക്കുമ്പോൾ കുറേ പേര് എന്താണ് ഇതെന്നൊക്കെ ചോദിക്കും. കുറേ പേര് എൻകറേജ് ചെയ്യാറുണ്ട് കേട്ടോ. എന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ കഷ്ടപ്പെട്ടിട്ടാണ്, എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണേ. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഒരു കണ്ടൻറ്റായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ അതും എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പറ്റണ രീതിയിലൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഞാൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഐ ഷാഡോ പാലറ്റിൽ ഫുള്ള് ന്യൂഡ് കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ലൈഫിൽ തന്നെ പറയട്ടെ, ഞാൻ മേടിച്ചിട്ടുള്ള ഐ ഷാഡോ പാലറ്റിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഐ ഷാഡോ പാലറ്റ് ഇതാട്ടോ, കെ ബ്യൂട്ടിയുടെ നല്ല അടിപൊളി ഐ ഷാഡോ പാലറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴാണെങ്കിൽ ലിപ്സ്റ്റിക്കും നല്ല ലിപ്സ്റ്റിക്കാണ്, മാക്കിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ ഷാഡോയും ഐബ്രോ പെൻസിലും സംഭവങ്ങളൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ ആ ബ്യൂട്ടി ഓഫ് ജോസീൻ്റെ ടോണർ ഞാനൊരു 2 ദിവസം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പീനിയൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഞാൻ കുറച്ച് നാൾ സ്കിൻ കെയറിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. അതല്ല അതിൻ്റേതായിട്ടുള്ളൊരു ശരിയെന്നൊക്കെ. അപ്പോൾ പിന്നെ ഇത് അമ്മയ്ക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ടോണറാട്ടോ.
ബ്യൂട്ടി ഓഫ് ജോസീൻ്റെ ടോണറാണ്. എനിക്കതിനെ കൊറിയൻ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. ഇതും പിന്നെ എനിക്ക് നമ്മുടെ ബ്യൂട്ടി ഓഫ് ജോസീൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കറൻറ്റ് യൂസ് ചെയ്യുന്നത് ഒരു ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഒരു സൺസ്ക്രീൻ, അടിപൊളി സൺസ്ക്രീൻ ആയതുകൊണ്ട് ഞാൻ വെച്ച ഹൈപ്പ് കണ്ടിട്ട് ഇപ്പോൾ അത് മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് സ്കിന്നിന് നല്ല രസമുണ്ട്, മറ്റേ സൺസ്ക്രീൻ സെറ്റാണ്. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും അത് കഴിയുമ്പോൾ അത് മേടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് സ്കിൻ കെയർ ഐറ്റംസോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഞാൻ മേടിക്കാൻ പോകുന്നില്ല. അല്ല, സ്കിൻ കെയർ അല്ല, മേക്കപ്പ് ഐറ്റംസ് ഒന്നും. കാരണം ആവശ്യമുള്ളതുണ്ട്. ഇനിയിപ്പോൾ മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വല്ല കൺസീലർ ഏതെങ്കിലും മേടിക്കും. കാരണം എനിക്ക് ജസ്റ്റ് ഒന്ന് ഹാക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് എനിക്കിപ്പോൾ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഞാൻ എന്തൊക്കെയോ അമ്മയായിട്ട് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.